ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, നമ്മളെ മാങ്ങക്കാലം ചിലയിടത്തൊക്കെ കഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു, ചിലയിടത്തൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ട് പഴുക്കാനൊക്കെ ആയി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ പച്ച കിട്ടുന്ന ടൈമിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ കുട്ടികൾക്കൊക്കെ ഒരു നേരത്തെ ഉണ്ടാക്കി കൊടുത്താൽ അവരൊക്കെ ഇങ്ങനെ മാങ്ങ ഉടച്ച് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് കഴിക്കണ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. സംഭവം ഇത് ഒരുപാട് കാലം സൂക്ഷിക്കേണ്ട ഒരു ടൈപ്പല്ല, നമ്മളുണ്ടാക്കിയിട്ട് അപ്പം തന്നെ കഴിച്ച് എടുക്കേണ്ട ആ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ആദ്യമൊക്കെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് പൊട്ടിച്ചു, 2 വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 4-5 വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് വേണ്ട പൊടികളൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മുളക് പൊടിയും, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അങ്ങോട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ മുളക് ഒരുപാട് നല്ല സ്പീഡിൽ വെച്ചിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും, നമ്മളെ ടേസ്റ്റ് അത്ര കണ്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ലോണം കുറച്ച് വെച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കിയതിൻ്റെ ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ആ മാങ്ങ കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ മാങ്ങ അരിയണ സമയത്ത് തോലിട്ടിട്ടില്ല കേട്ടോ, കാരണം തോലിടുന്നതിനെക്കാട്ടിയും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തോലില്ലാണ്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്. അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന മാങ്ങ എന്ന് പറഞ്ഞാൽ ഒന്ന് ഏകദേശം ഒരു പഴുക്കാനായിക്കണം, ഒന്ന് പച്ചയാണ് കേട്ടോ. അപ്പോൾ പഴുക്കാനായതാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിയാൽ. അങ്ങനെ ഇത് മാങ്ങ ഇട്ടെടുത്തിട്ട് ഇളക്കിയതിന് ശേഷം 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നോക്കി. പിന്നെ ഈ മാങ്ങ എന്ന് പറഞ്ഞത് ഉടയാത്തൊരു മാങ്ങ ആയതുകൊണ്ടാണ് അപ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഉടയണ മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും കേട്ടോ. അങ്ങനെ നമ്മളിതേ വെള്ളമൊക്കെ ഒഴിച്ച് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നുണ്ട് വേവിച്ചെടുക്കാം. അങ്ങനെ മൂടി വെച്ചിട്ട് ഒരു 4-5 തിളച്ചതിന് ശേഷം നമ്മളിത് എടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം അത്രയിട്ട് വറ്റിയിട്ടില്ല. അപ്പോൾ അതിലേക്ക് ഒരു അച്ചിൻ്റെ പകുതി ശർക്കര ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു 1/4 ടീസ്പൂണോളം ഒരു അരട ഒരു ടീസ്പൂണോളം നമ്മൾ ഉലുവ പൊടിച്ചതാണ് കേട്ടോ. വറുത്ത് പൊടിച്ച ഉലുവയാണ്, വേറെ ഒന്നും ചേർത്തിട്ടില്ല. കായം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കായമൊക്കെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കായൊന്നും ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ അങ്ങനെ കായം ചേർക്കാണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഈ മാങ്ങ അങ്ങനെ എടുത്ത് കഴിക്കുമ്പോഴല്ലേ നല്ലൊരു രുചിയാണ് കേട്ടോ. അപ്പോൾ മാങ്ങക്കാലം കഴിയാനൊക്കെ അയക്കണ്. ഇനിയും മാങ്ങ കിട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാത്തവരൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് ചെയ്ത് നോക്കിക്കോളെ, സംഭവം സൂപ്പറാണ് കേട്ടോ. അപ്പോൾ വെള്ളം പകുതി വറ്റിയിട്ടുള്ളൂ, ഇനി തുറന്ന് വെച്ചിട്ട് ഇതിനെ വറ്റിച്ചെടുക്കുക. അപ്പോൾ ഉലുവൊക്കെ അവിടെ ചേർത്ത കാരണം ഒന്ന് അങ്ങോട്ട് കുഴഞ്ഞ് നമുക്ക് കിട്ടും. പക്ഷേ എൻ്റെ മാങ്ങ എന്ന് പറഞ്ഞാൽ ഉടയാത്തൊരു മാങ്ങയാണ് കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, കല്ല് പോലെ കിടക്കുന്ന മാങ്ങ എന്നൊക്കെ നമ്മൾ പറയൂലേ, അങ്ങനത്തെ ഒരു മാങ്ങയാണ് കേട്ടോ. അത് കാരണം ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് എടുത്ത് കഴിക്കാം. ഇനി പൊടയണ മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിക്കാണ്ട് വേഗത്തിൽ തന്നെ തീ ഓഫാക്കിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ മാങ്ങയുടെ ഒരു എന്താ പറയുക ഗൊജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും ഒരു ലൈക്കൊന്നും കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ.